ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലെ ടാങ്ക് തന്നെയാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഇട ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല 1500 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണിത്. ഇവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷാമമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളമൊന്നും നമുക്ക് തുറന്നു വിടാതെ ഈ ചെളി മാത്രമായിട്ട് കളയാനായിട്ടും പറ്റണം. അവിടെയാണ് നമ്മുടെ സൈഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനറിൻ്റെ ഉപയോഗം. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ഫാസ്റ്റ് ആക്കുവാണ്. സൈഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനർ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കാണിത്. ഇതിൻ്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യാത്ത എല്ലാ ടാങ്കിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. ഈ ഒരു രീതിയിൽ കറ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വാട്ടർ ടാങ്ക് ക്ലീനർ എന്നല്ല, എന്ത് സാധനം ഉപയോഗിച്ചാലും ഈ കറ പോവില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ടാങ്ക് തന്നെ മാറേണ്ട അവസ്ഥയിലേക്ക് വന്നത്. എന്തായാലും ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടാങ്കിന് ആ ഒരവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ടാങ്കിൽ ഒരുപാട് ചെളി എന്നൊന്നും പറയാൻ പറ്റില്ല. ടാങ്കിൻ്റെ താഴെ കുറച്ച് ചെളി അടിഞ്ഞു കിടക്കുന്നുണ്ട്. സൈഡിലൊന്നും അധികം ചെളികളില്ല. അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് സൈഡിലൊന്നും ചെളി ഇല്ലാത്തത്. എന്തായാലും ഇത്രയും ചെളി കളയാൻ വേണ്ടി മാത്രം എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊന്നും ആരും ടാങ്കിൽ ഇറങ്ങി ക്ലീൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെ ടാങ്കിലിങ്ങനെ അടിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് ഒരു 3 മാസം 4 മാസമൊക്കെ ആകുമ്പോഴത്തേക്കിന് അത് കറയായിട്ട് മാറി ടാങ്കിൻ്റെ കളർ തന്നെ അത്തരത്തിലാവുന്നത്. ഇതുപോലെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് സൈഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനറിൻ്റെ യഥാർത്ഥ ഉപയോഗം വരുന്നത്. ഇപ്പോൾ ഈ താഴെ കാണുന്ന ചെളി ഈ ഓസിലൂടെ പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചെളി മാത്രമായിട്ട്, ആ വെള്ളം ഒട്ടും കലങ്ങാതെ തന്നെ ഈ ചെളി നമുക്ക് വളരെ നിസ്സാരമായിട്ട് കണ്ടോ, ഈ ബ്രഷ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ ചെളി അതിനുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെളി അവിടെ കറയായി മാറിയിട്ടില്ല. ഇപ്പം ഇളക്കിയാൽ ഇളകുന്ന രീതിയിലാണ് ആ ചെളി അതിനകത്ത് കിടക്കുന്നത്. ഒരു 2 മാസമൊക്കെ ഈ ചെളി ഇതുപോലെ തന്നെ കിടക്കുകയാണെങ്കിൽ അത് പിന്നെ കറയായിട്ട് മാറും. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ആ കറ പിന്നെ പോവില്ല. ഇതിപ്പോൾ ഇത്രയും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. മാത്രമല്ല ഈ 1500 ലിറ്റർ ടാങ്കിൽ കിടക്കുന്ന വെള്ളം തുറന്നു വിടാതെ ആ ചെളി മാത്രം കളഞ്ഞുകൊണ്ട് ബാക്കി വെള്ളം നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കുന്നുണ്ട്. ഇതേപോലെ 2 ആഴ്ച കൂടുമ്പം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ടാങ്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ടാങ്കും ഇതേപോലെ പുത്തം പോലെ തന്നെ ഇരിക്കും. ഇതിൻ്റെ പ്രവർത്തന തത്വം ഗ്രാവിറ്റി ആണെങ്കിലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ക്വാളിറ്റി കൂടുതൽ കൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഞങ്ങൾക്ക് ഉറപ്പ് നൽകുവാൻ സാധിക്കുന്നത്. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതിലും വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുമോ എന്ന് നോക്കി വേറെ എവിടെന്നെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് വർക്ക് ചെയ്യാതെ വരുമ്പോൾ ദയവ് ചെയ്ത് ഞങ്ങളെ വിളിക്കരുത്.